നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. ഇവർ സഞ്ചരിച്ച ഫൈബർ വള്ളവും കണ്ടെത്തി. ബേപ്പൂരിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഇവരെ കരക്കെത്തിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടവർ യോഗത്തിലെത്തിയില്ല. പ്രശ്നം ജില്ലാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് തഹസിൽദാർ. തിരൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത്തവണയും PWD വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു. ശനിയാഴ്ച ചേർന്ന വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്നത്. തിരൂർ നഗരസഭയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുങ്ങുന്നു. പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ചെടികൾ നട്ട് നിർവഹിച്ചു. 15 വയസ്സ് മുതലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതെന്നും മന്ത്രി. കേരളത്തിൽ 802 പേർക്ക് കോവിഡ്, 2606 പേർക്ക് രോഗമുക്തി. മലപ്പുറത്ത് 138 പേർക്ക് രോഗബാധ. ജില്ലയിൽ ഇതുവരെ 55.07 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. ബേപ്പൂരിൽ കടൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത്. വള്ളവും കണ്ടെത്തി. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഇവരെ കരക്കെത്തിച്ചു. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനിടെ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. ബേപ്പൂരിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികളാണ് ഇവരെ വള്ളം കണ്ടെത്തിയത്. പൊന്നാനി സ്വദേശി കളരിക്കൽ ബദറു, ജമാൽ, നാസർ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. ഡിസംബർ 31 ഉച്ചയ്ക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട OBM എന്ന ഫൈബർ വള്ളമാണ് കാണാതായിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് കരയിൽ തിരിച്ചെത്തേണ്ട ബോട്ട് നേരം പുലർന്നിട്ടും തിരിച്ചെത്താതായതോടെ ബോട്ടുടമയായ ഷെഫീഖാണ് കാണാനില്ലെന്ന വിവരം പൊന്നാനി ഫിഷറീസ് ഓഫീസിൽ അറിയിച്ചത്. 3 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബേപ്പൂർ കോസ്റ്റ് ഗാർഡിന്റെ ചെറിയ ബോട്ടും കപ്പലും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടും ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ ആംബുലൻസും കാണാതായവർക്കായി തിരച്ചിൽ നടത്തി. കടലിലുള്ള മറ്റു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിലേക്കും വയർലെസ് മുഖേന വിവരം അറിയിച്ചിരുന്നു. ബേപ്പൂരിൽ നിന്നും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറൈൻ ആംബുലൻസും പരപ്പനങ്ങാടി ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ ബേപ്പൂരിൽ നിന്നും ഇവരെ കണ്ടെത്തിയത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുള്ള നാടാണ് തിരൂരെന്ന് തിരൂർ DYSP VV ബെന്നി അഭിപ്രായപ്പെട്ടു. തിരൂർ കിൻഷിപ്പിൽ ഒരുക്കിയ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയിലൂടെ വാങ്ങിയ വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റവും DYSP നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുള്ള നാടാണ് തിരൂരെന്നും സഹജീവികളുടെ ഉന്നമനത്തിനു വേണ്ടി സ്വയം മറന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഉള്ളതെന്നും തിരൂർ DYSP VV ബെന്നി അഭിപ്രായപ്പെട്ടു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന തിരൂർ കിൻഷിപ്പിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ ജീവി എന്ന നിലയിൽ സ്വന്തം കാര്യം മാത്രമല്ല മനുഷ്യൻ നോക്കേണ്ടത്, കൂടെ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിൽ ഞാൻ ഇതുവരെ ജോലി ചെയ്തതിൽ ഏറ്റവും നല്ല മനുഷ്യരായി കാണാവുന്നത് തിരൂർ പ്രദേശത്തെ ജനങ്ങളാണ് എന്നുള്ളത് നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കിൻഷിപ്പ് പുതുവത്സര ദിനത്തിൽ സ്പെയിൻ ഫാൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രവർത്തകരോടൊപ്പം ആണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ അധ്യക്ഷനായിരുന്നു. ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച ഫണ്ട് സമാഹരിച്ചു വാങ്ങിയ വാഹനത്തിന് താക്കോൽദാനവും DSP നിർവഹിച്ചു. മ്യൂസിക് തെറാപ്പി ഗായകൻ ഫിറോസ് ബാബുവും നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും ചേർന്ന് നിർവഹിച്ചു. സ്പെയിൻ ഫാൻസ് പ്രതിനിധി സുഹൈൽ, സ്നേഹതീരം പ്രതിനിധി ഉബൈദ്, കിൻഷിപ്പ് സെക്രട്ടറി ഡോക്ടർ സമീർ, ഡയറക്ടർ ബാബു അഷ്റഫ്, സുധീഷ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്ക് കേക്ക് നൽകി. സംഗീതവും ആരോഗ്യം എന്ന വിഷയത്തിൽ ഗായകൻ ഫിറോസ് ബാബു സംസാരിച്ചു. വിവിധ പരിപാടികളും അരങ്ങേറി. ആഷിഖ്, ഷിബിലി, തെസ്നി, ഷഹീദ എന്നിവർ നേതൃത്വം നൽകി. റോഡ് അപകടങ്ങളുടെ മിക്ക കാരണം അമിത വേഗതയും അസഹിഷ്ണുതയുമെന്ന് കുറുക്കുളി മൊയ്തീൻ ML അഭിപ്രായപ്പെട്ടു. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തിരൂർ മേഖലയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ റോഡ് സുരക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത വേഗത, സഹിഷ്ണുതയില്ലായ്മ, അമിതാവേശം, നിയമപരിപാലന കുറവ് എന്നിവകളാണ്
മിക്ക റോഡപകടങ്ങൾക്കും കാരണങ്ങളെന്ന് കുറുക്കുളി മൊയ്തീൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയമായ റോഡ് വികസനം, റോഡ് സംസ്കാരം വളർത്താനുതകുന്ന തരത്തിൽ തുടർച്ചയായ റോഡ് സുരക്ഷാ ബോധവൽക്കരണം, നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ എന്നിവയിലൂടെ ഇവ പരിഹരിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തിരുമേഖലയിൽ സംഘടിപ്പിച്ച കൺവെൻഷനും റോഡ് സുരക്ഷാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാഫ് ജില്ലാ പ്രസിഡന്റ് MT തയ്യാൽ അധ്യക്ഷനായിരുന്നു. റാഫ് ID കാർഡ് വിതരണം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ TK കാർത്തികേയനും ലഘുലേഖ പ്രകാശന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S അനസും നിർവഹിച്ചു. റാഫ് സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദു, രക്ഷാധികാരി പാലോളി അബ്ദുറഹ്മാൻ, കൗൺസിലറും റാഫ് വനിതാ മേഖലാ പ്രസിഡന്റുമായ IP ഷാജിറ, നഗരസഭാ അധ്യക്ഷ AP നസീമ, KS ദാസ്, വിജയൻ കൊളത്തായി, സാബിറ ചെളാരി, KP സമീറ, KP സമീർ, ആരിഫ്, റാഫി തിരൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. K അബ്ദുൽ സലാം പ്രസിഡന്റും KT ഹുസൈൻകുട്ടി ജനറൽ സെക്രട്ടറിയും KP ജനാർദ്ദൻ ട്രഷററുമായി തിരൂർ മേഖലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. പരിഹാരം കാണേണ്ടവർ ഇത്തവണയും എത്തിയില്ല. ജില്ലാ വികസന സമിതിയിൽ പരാതി ഉന്നയിക്കാൻ തന്നെ തീരുമാനം. ശനിയാഴ്ച ചേർന്ന വികസന സമിതി യോഗത്തിൽ PWD, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തവണയും പങ്കെടുക്കാതെ വിട്ടുനിന്നത്. പ്രതിഷേധമറിയിച്ച് ജില്ലാ വികസന സെമിനാറിൽ പരാതി ഉന്നയിക്കാൻ തീരുമാനിച്ചതായി തഹസിൽദാർ P. ഉണ്ണി പറഞ്ഞു. തിരുവാക്കണ്ടരാജ് ടൗൺ ഹാളിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പങ്കാളിത്തം താരതമ്യേന കുറവായ വികസന സമിതി യോഗത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ PWD, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തി വെറ്റിനറി ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച നടപടികളെടുക്കാൻ തീരുമാനിച്ചതായി തഹസിൽദാർ P. ഉണ്ണി പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത, നഗരത്തിലെ ഗതാഗത കുരുക്ക്, സർവേ സംബന്ധമായ വിഷയങ്ങൾ, അനധികൃത പാർക്കിംഗ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലായും പരാതിയായി ഉയർന്നു വന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ ജനപ്രതിനിധികളിൽ മിക്കവരും പങ്കെടുത്തിരുന്നില്ല. തഹസിൽദാർ P. ഉണ്ണി, സപ്ലൈ ഓഫീസർ ജോർജ് K. സാമുവൽ, മോട്ടോർ വാഹന ഇൻസ്പെക്ടർ സുനിൽകുമാർ, R. സജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CP കുഞ്ഞുട്ടി, നൌഷാദ് നെല്ലാഞ്ചേരി, വിവിധ സംഘടനാ പ്രതിനിധികളായ K. സൈതാലിക്കുട്ടി, TP കുഞ്ഞുമൂസ, വിമൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തെരുവ് നായ്ക്കളുടെ ആധിക്യം മൂലം നമ്മളുടെ പല പ്രശ്നങ്ങളിലും പല പ്രദേശങ്ങളിലും ധാരാളം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. മനുഷ്യന് വഴി നടക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുമ്പോൾ വാഹനങ്ങളുടെ പിറകെ പോലും തെരുവ് നായ്ക്കൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ രൂപീകരിച്ച് അവർ മുഖേന ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഡരികിലുള്ള അനധികൃത പാർക്കിംഗ് പൊതുജന ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകൾക്ക് നമ്മുടെ പ്രധാന റോഡുകളിലൊക്കെ തന്നെ ആക്സിഡൻറ്റ് വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഈ അനധികൃതമായിട്ടുള്ള പാർക്കിംഗാണ്. അത്തരം പാർക്കിങ്ങുകളൊക്കെ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെമ്പ്ര അത്താണി ജീവകാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം. റൺ ചെമ്പ്ര ലഹരി വിരുദ്ധ കൂട്ടയോട്ടത്തോടെയാണ് ക്യാമ്പയിന് തുടക്കമായത്. കൂട്ടയോട്ടം ചെമ്പ്ര പാലത്തിന് സമീപം തുടങ്ങി മില്ല് ജംഗ്ഷനിൽ സമാപിച്ചു. തിരൂർ DSP VV ബെന്നി ഫ്ലാഗ് ഓഫ് ചെയ്തു. സമൂഹത്തെയും നശിപ്പിക്കുന്ന യാതൊരുവിധ ചെമ്പ്ര അത്താണി ജീവകാരുണ്യ കൂട്ടായ്മ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച പുഞ്ചിരി മായാതിരിക്കട്ടെ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തിരൂർ DSP VV ബെന്നി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിയുടെ ഉപയോഗം ഒരുപാട് കൂടി വന്ന് അത് നിയന്ത്രണാതീതമായി പോകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ നാടിന്റെ ചെമ്പ്ര എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നും മറ്റും വിൽപ്പന നടത്തുന്നതോ അല്ലെങ്കിൽ വിതരണത്തിനോ ഉള്ള ആളുകൾ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുക അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി ഞാൻ മനസ്സിലാക്കുകയാണ്. പുഞ്ചിരിമായാതിരിക്കട്ടെ എന്ന പ്രമേയവുമായി അത്താണി തിരു SI ജോസഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി 500 യുവാക്കൾ പങ്കെടുക്കുന്ന റൺ ചെമ്പ്ര കൂട്ടയോട്ടം ചെമ്പ്ര പാലത്തിന് സമീപം നിന്ന് ആരംഭിച്ച മില്ല് ജംഗ്ഷൻ സമാപിച്ചു. റൺ ചെമ്പ്ര കൂട്ടയോട്ടത്തിൽ സന്തോഷ് ട്രോഫി റഫറി മുജീബ് നേതൃത്വം നൽകി. അത് തടയേണ്ട സമയത്ത് തന്നെ പബ്ലിക്കായിട്ട് നമ്മുടെ കടകളിൽ അത് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ അവർക്ക് നൽകിയാൽ പോലും അതിനെ ആ കച്ചവടത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. അതിനെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ആ വ്യക്തികൾക്കും അത് ഉപയോഗിക്കുന്നവർക്കും നൽകേണ്ടതുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളത്. M. ആസാദ് മൂപ്പൻ, നാസർ മൂപ്പൻ, അലി മാസ്റ്റർ, ബഷീർ, സുബൈർ, ഡോക്ടർ C. മുഹമ്മദ് റാഫി, മുനീർ, മൻസൂർ, ആഷിർ, കബീർ, ഖാലിദ്, ബാപ്പുകുട്ടി, നിസാർ, മുസ്താഖ്, നൌഷാദ്, ഷുഹൈബ്, കബീർ മൂപ്പൻ, നാസർ കൊക്കോടി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ജീവകാരുണ്യ രംഗത്ത് തീരപ്രദേശങ്ങളിൽ നിറസാന്നിധ്യമായ പറവണ്ണ വിന്നേഴ്സ് ആക്ഷൻ സ്പോർട്സ് ക്ലബ്ബ് 10ാമത് പറവണ്ണ പ്രീമിയർ ലീഗ് സൗഹൃദ മാച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച അധ്യാപക അവാർഡ് ജേതാവ് ടി വി ഹബീബ് റഹ്മാൻ മാച്ച് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ വിന്നേഴ്സ് പറവണ്ണയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പറവണ്ണ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ടി വി ഹബീബ് റഹ്മാൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി വി ഷിബുദ്ദീൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പി വി ഷഫീർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ എം കെ ഷുക്കൂർ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ യു അബ്ദുൽ ഗഫൂർ, PTA പ്രസിഡന്റ് കുഞ്ഞുമരക്കാർ, സിദ്ദിഖ് പറവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ ഗ്രൗണ്ട് നശിച്ചു പോയിട്ട് അവരുടെ സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്ത് അവർ ഈ ഗ്രൗണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നാക്കിയിട്ടാണ് ഇപ്പോൾ ഈ കളികളൊക്കെ നടത്തുന്നത്. ഒരു സർക്കാർ സംവിധാനവും കുറേ വർഷങ്ങളായിട്ട് ഈ ഗ്രൗണ്ടിന് യാതൊരുവിധ ഫണ്ടും അനുവദിക്കാതെ, പല ഫണ്ടും അനുവദിച്ചെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ ഇതിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് കഴിയാതെ പോയതുകൊണ്ടും ഈ ഗ്രൗണ്ട് നശിച്ചു പോവുകയായിരുന്നു. കെ അനീഷ്, കെ റഹീം, വി വിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം അംഗങ്ങളുള്ള ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തും പരിസരങ്ങളിലുമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു വരികയാണ്. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1ാം വാർഷികത്തിൽ പായസ മത്സരം സംഘടിപ്പിച്ച് കൗൺസിലർ. തിരുനഗരസഭ 14ാം വാർഡ് കൗൺസിലർ സജ്ന അൻസാറാണ് വാർഡ് നിവാസികൾക്കായി മത്സരം സംഘടിപ്പിച്ചത്. നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തിരുനഗരസഭ 14ാം വാർഡ് കൗൺസിലർ സജ്ന അൻസാറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട 1ാം വാർഷികത്തിന്റെ ഭാഗമായി പായസ പാചക മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ സാദിയ ഫൈസൽ അമ്മങ്കര 1ാം സ്ഥാനവും നസ്ല ഷഫീഖ് 2ാം സ്ഥാനവും സബിത സമീർ 3ാം സ്ഥാനവും നേടി. ഏറ്റവും നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തതിനുള്ള സമ്മാനം ഫാത്തിമ സൂറക്കും നൽകി. വാർഡ് കൗൺസിലർ സജ്ന അൻസാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വിജയിച്ചതിൻ്റെ 1ാം വാർഷിക ആഘോഷമായിട്ട് നടത്തുന്ന പായസ മത്സരമാണിത്. എൻ്റെ കമ്മിറ്റികളും വാർഡിലെ എല്ലാ നിവാസികളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ലവരായ ഒരുപാട് സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ഇതിന് സഹകരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇതിലും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. 15ാം വാർഡ് കൗൺസിലർ സതീഷ് ടി പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സി ജൗഹർ, നൌഷാദ് പറന്നേക്കാട്, ഫൈസൽ അമേങ്കര, മജീദ് PK, അൻസാർ AK, ഷംസീർ CP, ബഷീർ, ആബിദ, ആമിനുമോൾ, സുഹൈബ്, സുബൈർ, ഹുസൈൻ, ഷഫീഖ്, ഷിയാബ്, താജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലത്തൂർ ഇമ്പിച്ചി ബാബ സ്മാരക സഹകരണ ആശുപത്രിയുടെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. உலகம் போன பூக்கு பாரு ரோசம பெண்ணாளே பக்கத்துல ரோசாம பெண்ணே கண்ணால டிஸ்கோண்ட் பெண்ணே வெல் பாட்டம் பேண்ட்ஸ் வித் ஹை ஹீல் ஷூஸ் வித் குதிரை போல குத்தாரு பெண்ணே ஆரந்த கம்பத்திலே ஆரந்த குத்தமது ஆரந்த தெங்கும் மேலே ஆரந்த தமது. ആലത്തൂർ ഇമ്പിച്ചി ബാബ സ്മാരക സഹകരണ ആശുപത്രിയുടെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. തിരു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് കൗമാരക്കാർ, യുവാക്കൾ എല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഇത്തരം കായിക വിനോദങ്ങളെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ നല്ല ആരോഗ്യ പരിരക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഒരു ആരോഗ്യ സ്ഥാപനത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി. ആ ആരോഗ്യ ബോധം, ഒരു ഹെൽത്ത് അവയർനെസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഒരുപാട് ഈ കാലഘട്ടത്തിന്റെ രോഗങ്ങൾ നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരോഗ്യം വേണം, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പഴയ ആപ്തവാക്യം ഒന്നുകൂടി ശക്തിപ്പെടുത്തി യുവതലമുറ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം തെളിയിക്കുന്നത്. ആശുപത്രി ഭരണസമിതി ചെയർമാൻ എ ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തിരു DYSP VV ബെന്നി, തിരു അർബൻ ബാങ്ക് ചെയർമാൻ E ജയൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി P ഷിയോഷ് കുമാർ, അൻവർ സാദ് കളിയത്ത്, അബ്ദുൽ ഖാദർ കൈനിക്കര എന്നിവർ സംസാരിച്ചു. തുടർന്ന് 1000ഓളം കായിക പ്രതിഭകൾ അണിനിരുന്ന മാരത്തോൺ 7 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് ഇമ്പിച്ചി ആശുപത്രി പരിസരത്ത് സമാപിച്ചു. മാരത്തോണിൽ കാഞ്ഞിരപ്പള്ളി അഭിജിത്ത് 1ാം സ്ഥാനവും പാലക്കാട് ജഗന്നാഥ് 2ാം സ്ഥാനവും ഇരിങ്ങാലക്കുട സ്വദേശി പ്രസാദ് 3ാം സ്ഥാനവും നേടി.
വനിതകളിൽ നന്ദന വണ്ടൂർ ആദ്യ സ്ഥാനം നേടി സമാനമായ സൈക്കിൾ കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ ജോസ് അധ്യക്ഷനായിരുന്നു. എ ശിവദാസൻ, SBI ചീഫ് മാനേജർ ഹരീഷ്, കെ മണികണ്ഠൻ, ഡോക്ടർ CV ജമാലുദ്ദീൻ തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കെ ഷുഹൈബ് അലി, P സുമിത്ത, M ഷാജർ ആലത്തിയൂർ, KP ധനീഷ്, സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. തിരൂർ നഗരസഭയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുങ്ങുന്നു. പ്രവൃത്തി ഉദ്ഘാടനം ചെയർപേഴ്സൺ AP നസീമ ചെടികൾ നട്ടു നിർവഹിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഉദ്യാനത്തിൽ ശലഭ ഉദ്യാനം, ഇരിപ്പിടങ്ങൾ, ഔഷധോദ്യാനം എന്നിവ ഒരുക്കും. നഗരസഭയുടെ മാലിന്യ സംസ്കരണ യൂണിറ്റിനടുത്തായാണ് ഇത് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയാണ് അടങ്കൽ. ചെയർപേഴ്സൺ AP നസീമ ചെടികൾ നട്ടുകൊണ്ട് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ P രാമനുട്ടി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജിന, സുബൈദ, വാർഡ് കൗൺസിലർ സീതാലക്ഷ്മി, ഷാനവാസ്, നന്ദൻ മാസ്റ്റർ, HS ശിവരാജ്, PK തങ്ങൾ, VC ശങ്കരനാരായണൻ, HIമാരായ ഖാലിദ്, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഒരു 15 സെന്റ് സ്ഥലത്ത് പിന്നെ ഈ ജൈവ വൈവിധ്യ ഉദ്യാനമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള ചെടികളും മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മോശമായി കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഇത് ഈ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വളരെ നന്നായിട്ട് ഈ ഒരു നല്ല രീതിയിലുള്ള മോശമായി കിടന്നിരുന്ന ഈ ഒരു സ്ഥലം നല്ലൊരു ഉദ്യാനമാക്കി മാറ്റുന്നതാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്ര ചൊവ്വാഴ്ച തിരൂരിൽ തുടങ്ങും. ജനുവരി 4 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരൂരിൽ നിന്നും ആരംഭിക്കുന്ന സൈക്കിൾ യാത്ര ജനുവരി 9 ഞായറാഴ്ച പകൽ 2 മണിക്ക് തിരൂരിൽ തന്നെ സമാപിക്കും. സൈക്കിൾ സവാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വർഷം തോറും ഈ യാത്ര നടത്തിവരുന്നത്. ഇത്തവണത്തെ യാത്രയിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ 50-ലധികം യാത്രക്കാർ പങ്കെടുക്കുന്നുണ്ട്. 6 ദിവസങ്ങളായി ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൈക്കിൾ സവാരി പകൽ സമയം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വൈകിട്ട് പട്ടണങ്ങളിൽ സമാപിക്കും. ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ലൈസൻസിന് സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കുക, പ്രധാന നിരത്തിൽ സൈക്കിൾ പാത്ത് അനുവദിക്കുക, ഹൈസ്കൂൾ കുട്ടികൾക്ക് സൗജന്യ സൈക്കിൾ നൽകുക, സൈക്കിൾ യാത്രികന് സൗജന്യ ഇൻഷുറൻസ് അനുവദിക്കുക എന്നിങ്ങനെ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകേണ്ട നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് നാട്ടിൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരെ ആദരിച്ചുകൊണ്ടുമാണ് സൈക്കിൾ യാത്ര കടന്നുപോകുക. എന്തിനാണ് ഈ സൈക്കിൾ യാത്ര നടത്തുന്നതെന്ന് ചോദിച്ചാൽ സൈക്കിൾ യാത്രകളെ പ്രോത്സാഹിപ്പിക്കുക, അതായത് സൈക്കിളിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് ഉദ്ദേശം. ആ കൂട്ടത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, റോഡിൽ സൈക്കിൾ പാത്ത് അനുവദിക്കുക. കാരണം സൈക്കിൾ ചവിട്ടാൻ ഒരു സുഗമമായിട്ട് ചവിട്ടിപ്പോകാൻ, സുരക്ഷിതമായി ചവിട്ടിപ്പോകാൻ ഒരു സൗകര്യം വേണ്ടേ. അതിനുവേണ്ടി റോഡിൽ സൈക്കിൾ പാത്ത് അനുവദിക്കുക. ഇതാണ് ഒന്നാമതായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, ഹൈസ്കൂൾ കുട്ടികൾക്ക് ഒരു സൈക്കിൾ സർക്കാർ തന്നെ സൗജന്യമായിട്ട് അനുവദിക്കുക. അങ്ങനെ അനുവദിച്ചാലുള്ള ഗുണം ഈ കുട്ടികൾക്ക് ബസ്സിൽ തിക്കി തിരക്കി കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അവർക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു വ്യായാമവും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഹൈസ്കൂൾ കുട്ടികൾക്ക് ഒരു സൈക്കിൾ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഒരുക്കുന്നത് അതത് സ്ഥലത്തെ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളുമാണ്. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെയുള്ള സൈക്കിൾ സവാരി അല്ലെങ്കിൽ സൈക്കിൾ ഷോപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സൈക്കിൾ റിപ്പയറിംഗ് കടകൾ, ഇവിടെയൊക്കെ കയറിയിട്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. പിന്നെ ഈ യാത്ര തിരൂരിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ ദിവസം ഗുരുവായൂരിൽ സമാപിക്കും, രണ്ടാമത്തെ ദിവസം ഗുരുവായൂരിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂരിൽ സമാപിക്കും, മൂന്നാമത്തെ ദിവസം കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങി തൃശ്ശൂരിൽ സമാപിക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി പട്ടാമ്പിയിൽ അവസാനിക്കും. അതിൻ്റെ അടുത്ത ദിവസം തിരൂരിൽ തന്നെ തിരിച്ചെത്തി സമാപിക്കലാണ് പതിവ്. യാത്രയിൽ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും താമസവും ഒരുക്കുന്നത് അതത് സ്ഥലത്തെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളുമാണ്. ചെറുമുക്കിന്റെ സമഗ്ര വികസനത്തിനായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകി നാട്ടുകാരും കൂട്ടായ്മ. മറ്റു വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകിയതിന്റെ തുടർച്ചയെന്നോണമാണ് മുഖ്യമന്ത്രിക്കും കൂട്ടായ്മ ഭാരവാഹികൾ നിവേദനം നൽകിയത്. റോഡ്, പാലം പുനരുദ്ധാരണം, തോട് വീതി കൂട്ടൽ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ചെറുമുക്കിന്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ച വിവിധ വകുപ്പ് മന്ത്രിമാർക്ക് ചെറുമുക്കിലെ സന്നദ്ധ സംഘടനയായ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കൂട്ടായ്മ ഭാരവാഹികൾ നിവേദനം നൽകിയത്. നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറിമാരായ മുസ്തഫ ചെറുമുക്ക്, പനക്കൽ ബഷീർ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. ചെറുമുക്ക് പ്രദേശത്തുകാർക്ക് ഏറെ പ്രയാസകരമായ പോലീസ് സ്റ്റേഷനും രജിസ്ട്രേഷൻ ഓഫീസും തിരൂരങ്ങാടിയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നതാണ് നിവേദനത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ബസ് യാത്രാ പ്രശ്നം,
ഓവുപാലം നവീകരണം, റോഡിലെ പാരപ്പറ്റ നിർമ്മാണം, ആമ്പൽപ്പാടത്തെ തോടുകൾ വീതി കൂട്ടി സംരക്ഷിക്കുക മുതലായ ആവശ്യങ്ങളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് ചെറുമുക്കിൽ നിന്നും 10 കിലോമീറ്ററോളം യാത്രാദൂരമുണ്ട്. ഇവ രണ്ടും മാറ്റി തിരുരങ്ങാടിയിൽ സ്ഥാപിക്കുന്നതോടെ യാത്രാദൂരം കുറഞ്ഞു കിട്ടും. ഇക്കാര്യം ആവശ്യപ്പെട്ട ഈ സർക്കാരിന്റെ കാലത്തും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിനൊപ്പം വിവിധ വകുപ്പുകൾക്ക് നൽകിയ നിവേദനങ്ങളുടെ പകർപ്പുകളും നൽകിയിട്ടുണ്ട്. സ്പോർട്സ് അക്കാദമി തിരൂർ സാറ്റ് കേരള പ്രീമിയർ കോച്ചിംഗ് ക്യാമ്പുകളുടെ ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. തിരുത്തെക്കുമുറി സോക്കർ 1 ടർഫ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനവും നിർവഹിച്ചു. സ്പോർട്സ് അക്കാദമി തിരൂർ സാറ്റ് സോക്കർ 1 ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ച വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും 10ാം വാർഷിക ലോഗോ പ്രകാശനവും നടന്നു. കുറുക്കുളി മൊയ്തീൻ MLA കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നാം അത്രങ്ങ് മുന്നോട്ട് വന്നില്ല എന്ന വസ്തുത നിഷേധിച്ചുകൂടാ. ഈ രംഗത്തെ കുറവ് നികത്താൻ, ഒപ്പം സമൂഹത്തിൽ താഴെ തട്ടിലുള്ള വീട്ടിൽ കഴിയുന്ന ചെറുമക്കളെ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാനും സാറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് വലിയ വിശ്വാസമുണ്ട്. 10ാം വാർഷിക ലോഗോ പ്രകാശനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈനും ഗ്രാസ് റൂട്ട് കോച്ചിംഗ് ക്യാമ്പുകളുടെ ഉദ്ഘാടനം AP ഷംസുദ്ദീൻ ബിൻ മുഹീദ്ദീനും മഹാരാഷ്ട്രയിലെ ഘൻഗഞ്ചിൽ വെച്ച് നടന്ന മേയർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ റണ്ണറപ്പായ സാറ്റ് ടീം അംഗങ്ങളുടെ ഉപഹാരം ഹസൻകുട്ടി കാക്കഞ്ചേരിയും വിതരണം ചെയ്തു. ഈ കുട്ടികൾ ഇങ്ങനെയുള്ള പരിപാടി സ്കൂൾ കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അത് ചെറിയ കുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ, ഇപ്പോൾ ഏറ്റിരുന്നെങ്കിൽ ടെലിഫോണിലിരിക്കും. ടെലിഫോണിനെ അല്ലെങ്കിൽ പുതിയ യുഗത്തെ നമ്മൾ തള്ളിപ്പറയുകയല്ല. പക്ഷെ ആ കുട്ടികളെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ആ കുട്ടികളുടെ വളർച്ചയിലും തന്നെ വളരെ കാര്യമായിട്ടുള്ള പുരോഗതി, കാര്യമായിട്ടുള്ളൊരു വളർച്ച, അതും കൂടി ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളത് രക്ഷിതാക്കളെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ചടങ്ങിൽ ഡോക്ടർ അൻവർ അമീൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ ഷാനവാസ്, തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, MA സെൻട്രൽ സ്കൂൾ ചെയർമാൻ അൻവർ കള്ളിയത്ത്, ജംഷിദ് ബി ലിലി, VP ഉമ്മർ, കണ്ടാത്ത് കുഞ്ഞിപ്പ, V മൊയ്തീൻകുട്ടി, ആഷിഖ് കൈനിക്കര, ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഭകൾക്ക് ആദരമൊരുക്കി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂർ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ് ആദരിച്ചത്. ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കുറുക്കുളി മൊയ്തീൻ ഉപഹാരം നൽകി. തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററാണ് പ്രതിഭകൾക്ക് ആദരമൊരുക്കിയത്. നാടിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയാണ് തിരൂർ MLA കുറുക്കുളി മൊയ്തീൻ മെമന്റോ നൽകി ആദരിച്ചത്. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഇവന്റ് കോർഡിനേറ്റർ ഷുഹൈബ്, കേരള പോലീസ് ഫുട്ബോൾ ടീം പ്ലെയർ സാദിഖ് അലി, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ PhD നേടിയ നെർമദൂർ JSSലെ അധ്യാപിക PP സാജിദ, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് നീറ്റ് എക്സാം റാങ്ക് ഹോൾഡർ ഫാത്തിമ സഹന, 2021 സാമൂഹ്യ നീതി വകുപ്പ് സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് ഹന്ന ജൗഹറ, മുൻ കേരള പോസ്റ്റൽ ഫുട്ബോൾ താരം കുഞ്ഞലവി, കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഷിബിൻ ഹർഷൻ, ഗായിക ശ്രുതിമോൾ, ഫാമിലി വെഡിംഗ് സെന്റർ 2021-22 ബെസ്റ്റ് പേഴ്സൺ മുഹമ്മദ് മുർഷിദ്, ബെസ്റ്റ് കസ്റ്റമർ കെയർ പ്രമീള എന്നിവരെയാണ് ആദരിച്ചത്. പ്രതിഭകൾ അനുമോദിക്കുവാനും ആദരിക്കുവാനും ഒപ്പം തന്നെ ഈ സ്ഥാപനം മറ്റു ഇവിടുത്തെ ഇടപാടുകാരെ വളരെയേറെ അടുത്തേക്ക് നിർത്തുവാൻ വേണ്ടി വളരെയേറെ സ്നേഹപൂർവമായ ചില നടപടികളും ഇടപെടലുകളും കൂടി നടത്തുകയാണ്. അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഉടമകളെയും ഇവിടെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഒരേപോലെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിപാടിയിൽ ഫാമിലി ജനറൽ മാനേജർ MKB മുഹമ്മദ് സ്വാഗതവും മാനേജിംഗ് പാർട്ണർ സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. 15 വയസ്സ് മുതലുള്ള കുട്ടികളുടെ വാക്സിനേഷന് സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വാക്സിനേഷനുള്ള ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൗമാരക്കാർക്കുള്ള വാക്സിനേഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലവിൽ സ്റ്റോക്കുള്ള വാക്സിൻ നൽകുമെന്നും ശേഷം കൂടുതൽ സ്റ്റോക്ക് എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാക്സിൻ ലഭിക്കുന്നതിന് അനുസരിച്ച ജില്ലകളിലേക്ക് അത് വിതരണം ചെയ്യും. ഇതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ജനുവരി 10 വരെ ബുധനാഴ്ച ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളിലും CHSകളിലും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഉണ്ടായിരിക്കും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ബുധനാഴ്ച ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ 4 ദിവസങ്ങളിൽ കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും.
വിദേശത്തു നിന്ന് ജോലി നഷ്ടപ്പെട്ടെത്തുന്നവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് അവസരമൊരുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. യുവാക്കൾക്ക് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ നടത്തിയ ലോൺ മേള മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കും വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവർക്കും മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് നൽകി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ അവസരമൊരുക്കും. ഇതിന്റെ ആദ്യഘട്ടമാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ നടത്തുന്ന ലോൺ മേള. താനൂർ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഓഫീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്കും ഈ വായ്പകൾ ലഭ്യമാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സ്വകാര്യ ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ബാങ്കിൽ, നാഷണലൈസ് ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ട അതേ രേഖകൾ തന്നെ ഇവിടെ മതി. പക്ഷെ അവിടെ നിങ്ങൾ 16% വരെ പലിശ നൽകുമ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ 3% പലിശക്ക് നിങ്ങൾക്ക് പണം അനുവദിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സാധാരണക്കാരായുള്ള ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തണം. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോൺ മേള മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന മദ്രസ അധ്യാപകർ ഒക്കെ ഉണ്ടോ? നിങ്ങൾക്കറിയാം, സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് മദ്രസ അധ്യാപകർ. അങ്ങനെയുള്ള ആളുകൾക്ക് 2.5% പലിശക്കാണ് ഭവന വായ്പ നൽകുന്നത്. നമ്മളെ മറ്റൊരു ബാങ്കിൽ 13-16% എടുക്കുന്ന വായ്പ ഇവിടെ 2.5%, 7% അല്ലെങ്കിൽ 6% എടുത്താൽ നിങ്ങൾ മറ്റു ബാങ്കിൽ കൊടുക്കേണ്ട പലിശ മതി നിങ്ങൾക്ക് നിങ്ങളുടെ വായ്പ തിരിച്ചടക്കാൻ. അപ്പം ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം. സ്വയം തൊഴിൽ വായ്പ, വിദ്യാഭ്യാസ വായ്പ എന്നിവയ്ക്കു പുറമെ KSMDFCയുടെ മറ്റു വായ്പാ പദ്ധതികൾക്കുള്ള അപേക്ഷയും സ്വീകരിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കായിരുന്നു ലോൺ മേള സംഘടിപ്പിച്ചത്. താനൂർ ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ E ജയൻ, താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അബ്ദുൾ റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KVA ഖാദർ, പഞ്ചായത്ത് അംഗം KV ലൈജു, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഡയറക്ടർ P ഉസ്മാൻ ഹാജി, ദേവധാർ സ്കൂൾ PTA പ്രസിഡന്റ് E അനോജ്, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ MD സുനിൽ ചാക്കോത്ത്, മലപ്പുറം റീജിയൻ ഡെപ്യൂട്ടി മാനേജർ മോഹനൻ എന്നിവരും സംസാരിച്ചു. സംസ്ഥാനത്ത് 802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 50,180 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതിയ 12 മരണങ്ങളും 66 അപ്പീൽ മരണങ്ങളും അടക്കം ആകെ മരണം 48,113 ആയി. 2,606 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 138 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ ഇതുവരെ 55.07 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് നിന്ന് 2,802 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 472, എറണാകുളം 434, തൃശൂർ 342, കോഴിക്കോട് 338, കോട്ടയം 182, കൊല്ലം 172, കണ്ണൂർ 158, മലപ്പുറം 138, ആലപ്പുഴ 134, പത്തനംതിട്ട 120, ഇടുക്കി 99, പാലക്കാട് 91, വയനാട് 80, കാസർഗോഡ് 42 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 50,180 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 12 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 66 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 48,113 ആയി. സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണങ്ങൾ തുടരില്ല. ഒമൈക്രോൺ വ്യാപന ഭീഷണി കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണം ഇന്ന് അവസാനിക്കും. പുതുവർഷാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഒമിക്രോൺ വ്യാപന ഭീഷണി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല യാത്രാ നിയന്ത്രണം ഇന്ന് അവസാനിക്കും. നിയന്ത്രണങ്ങൾ കൂട്ടില്ലെന്നാണ് നിലവിലെ സൂചന. പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണങ്ങൾ കൂട്ടുന്ന കാര്യത്തിൽ അടുത്ത കോവിഡ് അവലോകന യോഗം തീരുമാനമെടുക്കും. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. കേരള ജനതയെ കടക്കണിയിലാക്കുന്ന കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുമെന്നാവശ്യപ്പെട്ട് സംസ്കാര സാഹിതി തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കും. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത്, ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ, റെയിൽ വിരുദ്ധ സമരസമിതി നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുമെന്ന് തിരൂർ നിയോജക മണ്ഡലം ചെയർമാൻ S ഗോപാലകൃഷ്ണൻ, കൺവീനർ മനോജ് ജോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യാസിർ പയ്യോളി എന്നിവർ അറിയിച്ചു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണെന്നും നടത്താനുള്ള വരുന്ന 50 വർഷത്തേക്കുള്ള വികസനമാണ് എന്നും നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പറയുമ്പോൾ
ഒരുപക്ഷെ ഇത് കേരളത്തിൻ്റെ അവസാനത്തെ വികസന പദ്ധതിയായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതായത് ഇന്നത്തെ രീതിയിൽ പ്രളയത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്ന കേരളത്തിൽ ഇതുപോലൊരു പദ്ധതി മുന്നോട്ട് വന്നാൽ 10-12 മീറ്ററിലധികം ഉയരത്തിൽ എൻബാങ്ക്മെൻറ്റ് കെട്ടി കേരളത്തെ രണ്ടായി വേർതിരിക്കുമ്പോൾ പ്രളയജലം കേരളത്തെ മുക്കി കേരളത്തെ മൊത്തം നാമാവശേഷമാക്കും എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. ആ ഒരു അപകടസ്ഥിതി കാണാതിരുന്നുകൂടാ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിരോധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്കാര സാഹിതി ഉയർത്തുന്ന മുദ്രാവാക്യം ഇതാണ്: നമ്മുടെ ഈ കേരളത്തിലെ പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് യാതൊരുവിധ പഠനവും നടത്താതെ കഴിഞ്ഞ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലിരിക്കുമ്പോൾ 292 കിലോമീറ്റർ ദൂരത്തിൽ 25 മീറ്റർ വീതിയിൽ 8 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് അല്ലെങ്കിൽ പാറകളോ അല്ലെങ്കിൽ കല്ലുകളോ ഒക്കെ ഇട്ട് നികത്തി ഒരു പാത നിർമ്മിക്കേണ്ട ആവശ്യകത ഉണ്ടാവുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്യേണ്ടി വരും. അപ്പം മലകൾ, കുന്നുകൾ മുഴുവൻ ഇടിച്ച് ആ മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു പാതയ്ക്ക് വേണ്ടിയിട്ട് 292 കിലോമീറ്റർ ദൂരം പാത നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും അധികം ആളുകൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത കേരളത്തിലെ ജനതയെ ഒന്നടങ്കം കടക്കണിയിലേക്ക് വീഴ്ത്തുന്നൊരു പ്രോജക്റ്റുമായി ഈ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചോ മറ്റോ ഒന്നും തന്നെ ഇവിടെ വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നിയമസഭക്കകത്തോ പോലും ഒരു ചർച്ചയില്ലാതെ തന്നിഷ്ടപ്രകാരം മാത്രമാണ് ഏതാനും മുഖ്യമന്ത്രിയും ചില വകുപ്പ് മന്ത്രിമാരും മാത്രം ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് വെറും ഒരു കച്ചവട ലാഭം മാത്രമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അറിയിക്കാനുള്ളത്. പാറശ്ശേരി പരേതനായ കുലത്തിൽ അപ്പുക്കുട്ടിയുടെ ഭാര്യ മീനാക്ഷി നിര്യാതയായി. 93 വയസ്സായിരുന്നു. തിരുപ്പൂക്കൽ സ്വദേശി പരേതനായ വളപ്പിൽ ആലിക്കുട്ടി ഹാജിയുടെയും പച്ചിയത്ത് വീര്യാക്കുട്ടി ഹജ്ജുമ്മയുടെയും മകനായ സയ്യിദ് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിര്യാതനായി. ഹഫ്സത്താണ് ഭാര്യ. 60 വയസ്സായിരുന്നു. സാബിർ, ജസു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. ഇവർ സഞ്ചരിച്ച ഫൈബർ വള്ളവും കണ്ടെത്തി. ബേപ്പൂരിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഇവരെ കരക്കെത്തിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടവർ യോഗത്തിലെത്തിയില്ല. പ്രശ്നം ജില്ലാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് തഹസിൽദാർ. തിരൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത്തവണയും PWD വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു. ശനിയാഴ്ച ചേർന്ന വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്നത്. തിരൂർ നഗരസഭയിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുങ്ങുന്നു. പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ചെടികൾ നട്ട് നിർവഹിച്ചു. 15 വയസ്സ് മുതലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതെന്നും മന്ത്രി. കേരളത്തിൽ 802 പേർക്ക് കോവിഡ്, 2606 പേർക്ക് രോഗമുക്തി. മലപ്പുറത്ത് 138 പേർക്ക് രോഗബാധ. ജില്ലയിൽ ഇതുവരെ 55.07 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഇതോടുകൂടി വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.